പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 17, തിരുവചനങ്ങൾ 1 മുതൽ 6 വരെ. 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു. അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞ് കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും 7 തലയും 10 കൊമ്പും കടുംചുമപ്പ് നിറവുമുള്ളതായ ഒരു മൃഗത്തിന്മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവും കടുംചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു: മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. ദൈവ വചനമാണ് നാം കേട്ടത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകം വരച്ചു കാട്ടുന്ന രക്ഷാചരിത്രം അതിൻ്റെ അവസാനത്തോട് അടുക്കുകയാണ്. ദൈവം തിന്മയുടെ മേൽ നടത്തുന്ന ശിക്ഷാവിധി ഒന്നിനൊന്ന് കഠിനമാകുന്നതായി നമ്മൾ കണ്ടു. അവസാനമായി കണ്ട 7 പാത്രങ്ങളുടെ ശിക്ഷാവിധിയിലൂടെ ചരിത്രം അവസാനിച്ചുവെന്ന് തോന്നും. പക്ഷേ ഇനിയും അവസാനിച്ചിട്ടില്ല. തിന്മ വീണ്ടും വീണ്ടും പല രൂപങ്ങളിലും ഭാവങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അന്തിമമായ വിധി നടപ്പിലാക്കുന്നത് വെളിപ്പെടുത്തുന്നത് 20-ാമത്തെ അധ്യായത്തിലാണ്. ഇനിയും അങ്ങോട്ടുള്ള പ്രയാണത്തിൻ്റെ ആണ് നമ്മൾ ഈ സംഭവം ഇവിടെ കാണുക. ഇവിടെ 2 ചിത്രങ്ങൾ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. കുപ്രസിദ്ധിയായ വേശ്യയും ആ വേശ്യ ഉപവിഷ്ടമായിരിക്കുന്ന ഒരു മൃഗവും. രണ്ടും ഒന്നിൻ്റെ തന്നെ 2 ചിത്രീകരണങ്ങളായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ റോമ സാമ്രാജ്യത്തെക്കുറിച്ചും റോമ അധികാരത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അത് പ്രതീകമായി നിൽക്കുന്ന എല്ലാ സാമ്രാജ്യ ശക്തികളെക്കുറിച്ചും ഉള്ള ഒരു വിവരണമാണ് ഗ്രന്ഥകാരൻ ആരംഭിക്കുന്നത്. ഇവിടെ എടുത്തു കാണിക്കുന്ന 2 കാര്യങ്ങൾ. 7 ദൂതന്മാരിൽ ഒരുവനാണ് വന്ന് പറയുന്നത്. പൊൻപാത്രങ്ങൾ പിടിച്ച 7 ദൂതന്മാരിൽ ഒരുവൻ ഈ ചിത്രം അവതരിപ്പിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം നടത്തുന്ന ശിക്ഷാവിധിയുടെ ഒരു തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. രണ്ടാമത്തേത്, ഈ മഹാവേശ്യ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു സ്ഥിതി ചെയ്യുന്നത് മരുഭൂമിയിലാണ്. ആ മരുഭൂമിയിൽ 12-ാമത്തെ അധ്യായം നമ്മൾ കണ്ടു, മറ്റൊരാൾ കൂടിയുണ്ട്, മറ്റൊരു സ്ത്രീ. മിശിഹായ്ക്ക് ജന്മം നൽകിയ സഭ മരുഭൂമിയിലായിരിക്കുന്നു. ആ മരുഭൂമിയിൽ തന്നെയാണ് ഈ വേശ്യയും. ഇപ്പോൾ 2 സ്ത്രീകൾ, വിശ്വസ്തയായ ഗർഭിണിയും അവസാനം കുഞ്ഞിന് അമ്മയുമായി തീർന്നൊരു സ്ത്രീയും ഇവിടെ മഹാവേശ്യയായ മറ്റൊരു സ്ത്രീയും. ഇപ്പോൾ 2 സ്ത്രീകളുടെ പ്രതീകങ്ങളിലൂടെ ഈ ജനത്തെ മുഴുവനും ചിത്രീകരിക്കാനാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നത്. അമ്മയായ സ്ത്രീയെ സഭയായും വേശ്യയായ സ്ത്രീയെ സാമ്രാജ്യമായും ചിത്രീകരിച്ചുകൊണ്ട് 2 തമ്മിലുള്ള സംഘട്ടനത്തിന് ഇവിടെ എടുത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. യേശയ്യായുടെ പുസ്തകം 23-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളിൽ ടൈറിനെതിരെയുള്ള ഒരു ശിക്ഷാവിധിയുടെ ഭാഗമായി നമ്മൾ ഇപ്രകാരം കാണും: വിസ്മൃതയായ സ്വൈരിണി, വീണ മീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക, മധുര സംഗീതം പൊഴിക്കുക, ഗാനങ്ങൾ ആലപിക്കുക, നിന്നെ അവർ ഓർക്കട്ടെ. 70 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടൈറിനെ സന്ദർശിക്കും. അവൾ തൊഴിൽ പുനരാരംഭിക്കും. ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും. ടൈർ രാജ്യം വലിയ വ്യാപാര ശൃംഖലയുടെ കേന്ദ്രമായിരുന്നു. കപ്പലുകൾ വഴി വലിയ സമ്പാദ്യമുണ്ടാക്കിയവളാണ് ടൈർ. അപ്പോൾ ടൈറിൻ്റേതായ വിഗ്രഹാരാധന ലോകത്തെല്ലായിടത്തും പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഇതിനെ സ്വൈരിണി എന്നും വേശ്യയെന്നും വിശേഷിപ്പിക്കുക. നാഹൂമിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഇപ്രകാരം കാണും. അത് അസീറിയയുടെ തലസ്ഥാനമായ നിനവയെക്കുറിച്ചാണ്. വേശ്യാവൃത്തി കൊണ്ട് ജനതകളെയും വശീകരണ ശക്തി കൊണ്ട് രാജ്യങ്ങളെയും വഞ്ചിച്ച മോഹിനിയും മാരക വശ്യതയുള്ളവളുമായ വേശ്യയുടെ എണ്ണമറ്റ വേശ്യാവൃത്തികൾ നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇത് നിനവയെക്കുറിച്ചാണ് പറയുക. അപ്പോൾ ബൈബിളിൽ പൊതുവേ എടുക്കുന്നൊരു പ്രതീകമാണ് വേശ്യാവൃത്തി, വ്യഭിചാരം. ഇതെല്ലാം ഇപ്പോൾ അവിശ്വസ്തതയാണ് വേശ്യാവൃത്തിയുടെ പ്രത്യേകത. ഭർത്താവിനോട് അവിശ്വസ്തനാകാൻ പുരുഷനെ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വേശ്യകളെ കണക്കാക്കുക. വിവാഹബന്ധത്തിന് അപ്പുറത്ത് നിൽക്കുന്ന വിവാഹമെന്ന കൂദാശയെ തന്നെ, വിവാഹമെന്ന പവിത്രമായ ബന്ധത്തെ നിരാകരിക്കുന്ന, നശിപ്പിക്കുന്ന ഒരു വൃത്തിയായി
പ്രവൃത്തിയായി വ്യഭിചാരവും വേശ്യാവൃത്തിയും കാണും. അതുകൊണ്ട് ഇസ്രായേലിനെ ദൈവത്തിൻ്റെ വധുവായും ദൈവത്തെ വരനായും കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് ബ്രഹ്മചര്യം നമ്മൾ കണ്ടു, ദൈവത്തോടുള്ള അവിശ്വസ്തത വേശ്യാവൃത്തിയും. അപ്പോൾ പല മതാചാരങ്ങളിലും ഒരു കൾട്ടിക് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട വേശ്യാവൃത്തി നിലവിലിരുന്നു, ദേവദാസി സമ്പ്രദായം നിലവിലിരുന്നു. അങ്ങനെയുള്ള ഒരു ശാരീരികമായ വേശ്യാവൃത്തിയേക്കാൾ കൂടുതൽ ഇവിടെ മഹാവേശ്യ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എല്ലാ ജനതകളെയും വഴിപിഴപ്പിക്കുന്ന ദൈവവിരുദ്ധമായ ഒരു ശക്തിയായിട്ട് ഇതിനെ കാണണം. ഇതിൻ്റെ വിശദീകരണം സാവകാശം വരും. ആരാണ് ഇത്, എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുക? സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി ഞാൻ നിനക്ക് കാണിച്ചു തരാം. സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുക, നമ്മൾ നേരത്തെ കണ്ട് കടലിൽ നിന്ന് കയറുവെന്ന മൃഗം, അതിൻ്റെ തന്നെ മറ്റൊരു ചിത്രീകരണമാണ് ഇവിടെ. സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കും. സമുദ്രങ്ങൾ പിന്നീട് പറയും ഇത് ലോക ജനതകളാണ്. റോമിൻ്റെ നാവികസേന വളരെ ശക്തമായിരുന്നു. കരസൈന്യത്തെ പോലെ തന്നെ ശക്തമായൊരു നാവികസേനയും റോമിനുണ്ടായിരുന്നു. അതുകൊണ്ട് സമുദ്രങ്ങളിലൂടെ യാത്ര ചെയ്ത് ആഫ്രിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കടന്നു പോകാൻ മധ്യനാടിലൂടെ സ്ഥിരം യാത്ര ചെയ്തിരുന്ന റോമിൻ്റെ നാവികസേനയുണ്ട്. അപ്പോൾ ഈ കടലിൻ്റെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന നഗരത്തെയാണ് മഹാവേശ്യ എന്ന് ചിത്രീകരിക്കുക. വേശ്യ എന്ന് പറയാൻ കാരണം ദൈവ വിരുദ്ധമായ ശക്തികളെ പ്രേരിപ്പിക്കുന്നു, ദൈവ നിഷേധത്തിന് പ്രേരിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു, പ്രവാചകന്മാരുടെ ഭാഷയിൽ. അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞ് കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ദുർവൃത്തിയുടെ വീഞ്ഞ് അവളുടെ പ്രത്യയശാസ്ത്രങ്ങളാണ്, ഈ സാമ്രാജ്യത്തിൻ്റെ ചിന്താരീതികളാണ്, സുഖഭോഗ ആസക്തികൾക്ക് കാരണമായി തീരുന്ന ചിന്താരീതികൾ. വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. സൂചിപ്പിച്ചു മരുഭൂമി 12-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്. മരുഭൂമിയിലേക്ക് ഓടി ഒളിക്കാനായി സ്ത്രീക്ക് വൻ കഴുകൻ്റേതായ ചിറകുകൾ നൽകി. വൻ ചിറകുകളിൽ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. അതിൻ്റെ പിന്നാലെ വന്ന സർപ്പത്തിന് അതിനെ പിടിക്കാനായില്ല. അതുകൊണ്ട് മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ച സർപ്പത്തിൻ്റെ ചിത്രം നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ത്രീ സംരക്ഷിക്കപ്പെടുന്ന ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഇവിടെ ദൂതൻ കൊണ്ടുപോവുക. മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമി ഈ ലോകം തന്നെയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന, നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാൻ ആ മനുഷ്യന് അവസരം ലഭിച്ചിരിക്കുന്ന ഈ ഭൂമി തന്നെയാണ് മരുഭൂമി. അവിടെ ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും 7 തലയും 10 കൊമ്പും കടും ചെമപ്പും നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. മൃഗം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കണ്ട മൃഗം തന്നെ. സ്ത്രീ ഇതിൻ്റെ സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു പതിപ്പാണ്. ആ സ്ത്രീ ധൂമ്രവും കടും ചെമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. ധൂമ്രം രാജകീയ നിറമാണ്. കടും ചുമപ്പ് വാസ്തവത്തിൽ രക്തം ചിന്തലിൻ്റെ പ്രതീകമാണ്. രക്തസാക്ഷിത്വമാകാം, കൊലപാതകമാവാം. കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു. എല്ലാം വശീകരിക്കാൻ ശക്തിയുള്ളവയാണ്. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു ചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. ചഷകം വീഞ്ഞ് മനുഷ്യൻ ലഹരി കൊടുക്കുന്നതാണ്. അപ്പോൾ മദ്യ ലഹരിയുടെ ഒരു സൂചന ഇവിടെ ഉണ്ടാകാം. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാ ശക്തികളും കൂടി ഇവിടെ ഒരുമിച്ച് ചേരുകയാണ് ഈ മഹാവേശ്യയുടെ ചിത്രത്തിൽ. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു ചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു. മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. റോമിൽ ഒരു നിയമമുണ്ടായിരുന്നു. റോമിൽ വേശ്യാവൃത്തി പതിവായിരുന്നു, വേശ്യാലയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം, അവിടെ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ തങ്ങളുടെ നെറ്റിയിൽ ഒരു ആഭരണം അണിഞ്ഞിരിക്കണം, ഒരു പതക്കം. ആ ആഭരണത്തിൽ അവരുടെ പേര് എഴുതിയിരിക്കണം. ആരാണ് ഈ വ്യക്തി എന്ന് എല്ലാവർക്കും മനസ്സിലാവണം. അപ്പോൾ നെറ്റിയിൽ നിഗൂഢനാമം എഴുതണം. ഇത് വേശ്യയുടെ നെറ്റിയിലുമുണ്ട്. പക്ഷേ ഈ നിഗൂഢനാമം നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. 7-ാമത്തെ അധ്യായത്തിലും 14-ാമത്തെ അധ്യായത്തിലും യേശുവിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ നാമം മുദ്രിതമായ ഉണ്ട്. അപ്പോൾ കുഞ്ഞാടിൻ്റെ നാമം നെറ്റിയിൽ ധരിക്കുന്നവർ, ഇവിടെ മറ്റൊരു നാമം സ്വീകരിക്കുന്നവർ, ദൈവവിരുദ്ധമായ ശക്തികൾ. എന്താണ് ആ പേര്? മഹാബാബിലോൺ. ബാബിലോണിനെക്കുറിച്ച് ഇവിടെ പറയും. എന്താണ് ബാബിലോണിൻ്റെ പ്രത്യേകത? ബാബേൽ ഗോപുരത്തിൽ തുടങ്ങുന്നതാണ് ബാബിലോണിൻ്റെ പ്രത്യേകത. ദൈവവിരുദ്ധമായ ശക്തികളുടെ മുഴുവനും കേന്ദ്രമാണ് ബാബിലോൺ. ദൈവത്തിൻ്റെ സിംഹാസനത്തോളം ഉയരത്തക്ക രീതിയിൽ ഗോപുരം പണിയാൻ ശ്രമിച്ചതാണ് ആദ്യത്തേത്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ കാണും. കിഴക്കുന്ന് വന്നവർ ബാബേലിൽ ഒരു ഗോപുരം പണിയാൻ ശ്രമിച്ചു. പിന്നീട് ഇത് ബാബിലോണായി. ബാബിലോൺ ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ദൈവവിരുദ്ധ ശക്തികളുടെ. ജെറൂസലത്തെ നശിപ്പിച്ചത് ബാബിലോണാണ്.
ജെറൂസലത്തെ 587 നിലം പരിശാക്കി, നഗരം നശിപ്പിച്ചു, ദേവാലയം അഗ്നികരയാക്കി, 10,000-കണക്കിന് ആളുകളെ തടവുകാരാക്കി കൊണ്ടുപോയത് ബാബിലോണാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ച ബാബിലോൺ എപ്പോഴും ഒരു ദൈവവിരുദ്ധ ശക്തിയുടെ പ്രതീകമായി പ്രത്യക്ഷപ്പെടുകയാണ്. പിന്നീട് ദൈവവിരുദ്ധമായ, ദൈവം നിഷേധിക്കുന്ന എല്ലാ ശക്തികളുടെയും പ്രതീകമായി ബാബിലോൺ മാറുന്നു. വേശ്യകളുടെയും ഭൂമിയിലെ സകല മ്ലേച്ഛതകളുടെയും മാതാവ്. എല്ലാ തിന്മകളും ഇവിടെ നിന്നാണ് പുറപ്പെടുക. അപ്പോൾ സാമ്രാജ്യ ശക്തികൾ അത് ധനമോഹത്തിലും ദ്രവ്യാസക്തിയിലും ലൈംഗികാസക്തിയിലും ഒക്കെ മനുഷ്യനെ ആഴ്ത്തുന്ന ഈ പ്രചരണ മാധ്യമങ്ങൾ, ശക്തികൾ ഇവിടെ ഒരു മഹാവേശ്യയുടെ ചിത്രത്തിലൂടെ പ്രത്യക്ഷീഭവിക്കുകയാണ്. ഇനി 6-ാമത്തെ വാക്യത്തിൽ പറയും, ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. മതപീഡനം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് യോഹന്നാൻ പുസ്തകം എഴുതുന്നത്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തെ മതപീഡനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതുന്ന പുസ്തകം ഇവിടെ റോമാ സാമ്രാജ്യത്തെ മതപീഡനത്തിന് കാരണക്കാരിയായി വിശുദ്ധരുടെ രക്തം കുടിച്ച് ഉന്മത്തയായ സ്ത്രീയായി ചിത്രീകരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു വിശദീകരണമാണ്. വിശദീകരണം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ക്ലിഷ്ടമാകുന്നു, കൂടുതൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിശദീകരണമാണ് കൊടുക്കുക. നമുക്ക് ശ്രമിച്ചു നോക്കാം. അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായി. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു? ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിൻ്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം. അപ്പോൾ വിശദീകരണമാണ്. ഇത് വെളിപാട് ശൈലിയുടെ പ്രത്യേകതയാണ്. മനസ്സിലാവാത്തൊരു കാര്യം കാണിച്ചു തരുന്നു, അതിന് വിശദീകരണമായി ദൂതൻ പിന്നീട് കൂടുതൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകും. ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ മൃഗത്തെ നോക്കി വിസ്മയിക്കും. ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, വരാനിരിക്കുന്നു. ഇത് നമ്മൾ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ട ഉണ്ടായിരുന്നവനും ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നിച്ചു നിൽക്കുന്നവനാണ് ദൈവം, നിത്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാരഡി, അതിൻ്റെ ഒരു വികലമായ അനുകരണമായി വരുമ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, ഇനിയും വരും, പക്ഷേ ദീർഘകാലത്തേക്ക് നിൽക്കുകയില്ല. അപ്പോൾ തിന്മയുടെ ശക്തിയെക്കുറിച്ചാണ് പറയുക. ദൈവത്തിൻ്റെ ബദലായി നിൽക്കുന്ന അന്തിക്രിസ്തുവെന്നോ ആൻറ്റി ഗോഡ് എന്നോ ഒക്കെ പറയാവുന്ന ഒരു ശക്തിയാണ് ഇത്. സ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ മൃഗത്തെ നോക്കി വിസ്മയിക്കും, അവരെ ആരാധിക്കും. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. ഇനി കൃത്യമായി പിൻ പോയിൻ്റ് ചെയ്യുക, എന്താണ് ഈ മൃഗം? 7 തലകൾ ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന 7 മലകളാണ്. ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാവുന്നവർക്ക് അറിയാം, ഈ 7 മലകൾ എന്ന് പറയുന്നത് റോമാ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന 7 കുന്നുകളാണ്. ആ 7 കുന്നുകൾ ഇവയൊക്കെയാണ്. പലത്തീനും എന്ന് പറയും. റോമൻ കൊട്ടാരം വരുന്ന പലാസിയും പാലസ് എന്നൊക്കെ വരുന്ന ഈ പലത്തീനും എന്ന് പറയുന്ന മലയിൽ നിന്നാണ്. അതിനടുത്തുള്ള അവന്തീനും ചേളിയും എസ്ക്വിലീനും ക്വിരിനാലെ വിമിനാലെ കാപ്പിത്തൊളീനും, ഇങ്ങനെ 7 മലകൾ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പലത്തീനും അവന്തീനും ചേളിയും എസ്ക്വിലീനും ക്വിരിനാലെ വിമിനാലെ ആൻഡ് കാപ്പിത്തൊളീനും. ക്യാപിറ്റൽ ഹിൽ, അവിടെയാണ് സെനറ്റ് ഉണ്ടായിരുന്നത്. പാലറ്റൈൻ, അവിടെയാണ് ചക്രവർത്തി പാലസ് ഉണ്ടായിരുന്നത്. ക്വിരിനാലെ വിമിനാലെ ഇന്നത്തെ റോമൻ സെനറ്റും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പാലസുകളാണ്, കേന്ദ്രങ്ങളാണ് ഈ ക്വിരിനാലെ വിമിനാലെ എല്ലാം. അവൻതീനും. ഇങ്ങനെ 7 മലകൾ, 7 കുന്നുകൾ. ഈ 7 കുന്നുകളും ടൈബർ നദിയുടെ കിഴക്ക് ഉള്ള ഭാഗത്താണ്. അപ്പോൾ റോമാ പട്ടണം ആരംഭിക്കുന്നത് പലത്തീനിൽ നിന്നാണ്. ഇങ്ങനെ 7 കുന്നുകളിലായിരുന്നു. യേശുവിൻ്റെ കാലമൊക്കെ ആയപ്പോഴേക്കും, ഒന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ പ്രദേശം മുഴുവനും ഒരു വലിയ പട്ടണമായി മാറി. അപ്പോഴേ 7 മലകൾ അല്ലെങ്കിൽ 7 കുന്നുകൾ മൃഗം ഇരിക്കുന്ന 7 മലകളാണെന്ന് പറയുമ്പോൾ വ്യക്തമായും മനസ്സിലാക്കാൻ സാധിക്കും, ഈ മൃഗം റോമാ പട്ടണമാണ്. 7 തലകൾ ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന 7 മലകളാണ്. അവ 7 രാജാക്കന്മാരാണ്. അപ്പോൾ കൂടുതൽ പ്രശ്നമാക്കുകയാണ്. അപ്പോൾ മലകളാണെന്ന് പറഞ്ഞു, റോമായിട്ട്. ഇനി 7 രാജാക്കന്മാർ. ആരാണ് ഈ രാജാക്കന്മാർ? അവരിൽ 5 പേർ വീണുപോയി, ഒരാൾ ഇപ്പോഴുണ്ട്, മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല. അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടെ വസിക്കുകയുള്ളൂ. ഈ രാജാക്കന്മാർ ആരാണെന്ന് കണ്ടുപിടിക്കാനുണ്ട്. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം 8ാമത്തേതും 7ൽ പെട്ടതുമാണ്. ഇത് റോമാ സാമ്രാജ്യത്തിൻ്റെ 7 രാജാക്കന്മാരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പൊതുവെ കരുതുന്നു. ആദ്യം 5 പേര് വീണുപോയി എന്ന് പറയും. റോമിലെ വീണുപോയ രാജാക്കന്മാർ. റോമാ സാമ്രാജ്യം ആരംഭിക്കുന്നത് അഗസ്റ്റസ് സീസറാണ്.
ഇപ്പോൾ അഗസ്റ്റസ് സീസർ, അഗസ്റ്റസിന് ശേഷം വരുന്ന ടൈബീരിയസിന് ശേഷം കലിഗുളയ്ക്ക് ശേഷം ക്ലോഡിയസ്, അഞ്ചാമത്തേത് നീറോയാണ്. അപ്പോൾ ആദ്യത്തെ 5 പേര് വീണുപോയി, നീറോ അടക്കം. ഇപ്പോൾ 5 പേര് വീണുപോയി. പിന്നെ വരുന്നത് വെസ്പസിയാൻ്റെ കാലത്താണ് ഇത് രചിക്കുന്നത് എന്നൊരു ഭാവേന എഴുതുകയാണ്. പുസ്തകം എഴുതുന്നത് ഡൊമീഷ്യൻ്റെ കാലത്താണെങ്കിലും വെസ്പസിയാൻ്റെ കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ 5 പേര് വീണുപോയി, 6ാമത്തെ ആൾ ഇപ്പോഴുണ്ട്. ഇനി ഒരാൾ വരാനിരിക്കുന്നു. ആ വരുന്നയാൾ കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. വെസ്പസിയാൻ 68 മുതൽ 78 വരെ രാജാവായി. അതിനുശേഷം വന്ന ടൈറ്റസ് ആകെ 2 വർഷമേ ഭരിച്ചുള്ളൂ. അപ്പോൾ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടെ വസിക്കുകയുള്ളൂ. അപ്പോൾ 6ാമത്തേത് വെസ്പസിയാൻ, 7ാമത്തേത് ടൈറ്റസ്. അപ്പോൾ 7ാമത്തെ ടൈറ്റസ് ചുരുങ്ങിയ കാലത്തേക്ക് ജീവിക്കുന്നു, 2 വർഷം മാത്രം. അതിനുശേഷം വരുന്നവൻ ഇപ്പോൾ ഇല്ലാത്തവനും ഉണ്ടായിരുന്നു, ഇത് ഇപ്പോൾ ഇല്ലാത്തവനുമായതും മൃഗം 8ാമത്തേതും 7ൽപ്പെട്ടതുമാണ്. ഇത് റോമക്കാരുടെ അന്ധവിശ്വാസത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുക. ഇപ്പോൾ ഇല്ല, വരാൻ പോകുന്നു, പക്ഷേ ഉണ്ടായിരുന്നു. നീറോ മരിക്കുകയും അവൻ വീണ്ടും ജനിക്കുകയും ചെയ്യും എന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. നീറോ ആത്മഹത്യ ചെയ്തു, പക്ഷേ എങ്കിലും മരിച്ചില്ല, അവൻ വീണ്ടും വരും. അപ്പോൾ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു മൃഗമായി നീറോയെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ നീറോയുടെ പുനരവതാരമാണ് ഡൊമീഷ്യൻ എന്ന ഒരു സൂചന ഇവിടെ, ആ ഒരു വിശ്വാസം ഇവിടെ പ്രകടമാക്കുന്നുണ്ട്. അതിപ്രകാരമാണ് പറയുക. അവൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, അവൻ വരും, അവൻ 8ാമത്തേതും 7ൽപ്പെട്ടതുമാണ്. 7ൽപ്പെട്ടത് എന്ന് പറയുമ്പോൾ കടന്നുപോയതാണ്, 8ാമത്തേത് പുതിയതായിട്ട് വരുന്നതുമാണ്. അപ്പോൾ 7 രാജാക്കന്മാരെ കുറിച്ച് പറയും. ഇപ്പോൾ അഗസ്റ്റസ് സീസർ മുതൽ ഡൊമീഷ്യൻ വരെയുള്ള 8 രാജാക്കന്മാരിൽ ഒരാളെ ആവർത്തിക്കുന്നതായിട്ട് ചിത്രീകരിക്കുകയാണ്. നീറോ ഉണ്ടായിരുന്നു, മരിച്ചുപോയി, പക്ഷേ അവൻ ഡൊമീഷ്യനായിട്ട് വീണ്ടും അവതരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ 8ാമത്തവനും 7ൽപ്പെട്ടവനുമാണെന്ന് പറയുന്നത്. അപ്പോഴിങ്ങനെ 7 രാജാക്കന്മാർ അഥവാ 8 രാജാക്കന്മാർ റോമിനെ കുറിച്ച് പറയുന്നു. ഇനി നീ കണ്ട 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണ്. ഈ 10 രാജാക്കന്മാർ വാസ്തവത്തിൽ റോമിൻ്റെ പ്രവിശ്യകളെ ഭരിക്കുന്ന ഗവർണർമാരാകാം, റോമിൻ്റെ സാമന്തന്മാരാവാം. റോമ സാമ്രാജ്യത്തിൽ ഗവർണർമാർ 1 വർഷത്തേക്കാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. വളരെ ചുരുക്കം കാലത്തേക്ക് മാത്രം, വീണ്ടും മാറിക്കൊണ്ടേയിരുന്നു. എന്നാൽ 1 മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണ് അവർ. 1 മണിക്കൂർ ഇവിടെ 1 വർഷമായിട്ട് കണക്കാക്കും. 1 വർഷത്തേക്ക് മാത്രം ഭരിക്കുന്ന പ്രൊക്കുറേറ്റർമാർ അല്ലെങ്കിൽ ഗവർണർമാരായിരുന്നവർ. അവർക്ക് ഒരേ മനസ്സാണുള്ളത്. റോമിൻ്റെ മൊത്തം ഭരണം ഒരുമിച്ച് നിൽക്കുന്നു. തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. ഇപ്പോൾ സാമ്രാജ്യ ശക്തി അത് റോമിൻ്റെ പല മേഖലകളിലും പല പ്രവിശ്യകളിലും ശക്തമായ മതപീഡനം നടക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ്. അവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, പക്ഷേ വിജയിക്കുകയില്ല. കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. യേശുവിനെ രാജാക്കന്മാരുടെ രാജാവായി ചിത്രീകരിക്കുമ്പോൾ രാജാധിരാജനായി കാണുന്നു. നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവും. നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. യേശുവിൻ്റെ ദൈവത്വം ഏറ്റുപറയുന്നൊരു ഭാഗമാണിത്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. വീണ്ടും 2 ചേരികളായി തിരിയുന്നു. മൃഗവും മൃഗത്തോട് ഒന്നിച്ച് നിൽക്കുന്നവരും കുഞ്ഞാടും കുഞ്ഞാടിനോട് ചേർന്ന് നിൽക്കുന്നവരും. നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംഘട്ടനം ഇവിടെ അവതരിപ്പിക്കുക വീണ്ടും. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യയിരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ വിശദീകരണമാണ്. ജനതകളും രാജ്യങ്ങളും. റോമാ സാമ്രാജ്യത്തിൽ അനേകം ജനതകളുണ്ടായിരുന്നു, അനേകം രാജ്യങ്ങളുണ്ടായിരുന്നു. അതിനെയെല്ലാം ഉരുക്കുമുഷ്ടി കൊണ്ട് ഒതുക്കി നിർത്തുകയായിരുന്നു റോമക്കാർ ചെയ്തത്. റോമൻ ലീജിയൻ 120 ലീജിയൻസ് റോമിൻ്റെ നാനാഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു. ഇപ്പോൾ റോമാ സാമ്രാജ്യം പട്ടാള ശക്തി കൊണ്ട് അടിച്ചമർത്തി ഭരിച്ചിരുന്നതാണ്. ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. നീ കാണുന്ന 10 കൊമ്പുകളും മൃഗവും ആ വേശ്യയെ വെറുക്കും, അവളെ പരിത്യക്തയും നഗ്നയുമാക്കും. അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ആഭ്യന്തര വിപ്ലവത്തിലൂടെ കലാപത്തിലൂടെ തകരുന്ന രാജ്യത്തിൻ്റെ ചിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇപ്പോൾ മൃഗത്തിൻ്റെ മുകളിലിരിക്കുന്ന വേശ്യയായി പറഞ്ഞത് റോമാ സാമ്രാജ്യം തന്നെയാണ്. 2 പ്രതീകങ്ങളാണ് ഇവിടെ. പക്ഷേ ഈ മൃഗം പ്രവിശ്യകൾ ഉൾക്കൊള്ളുന്ന അനേകം രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സാമ്രാജ്യമാണ്. ഇപ്പോൾ ഈ രാജ്യങ്ങളും പ്രവിശ്യകളും റോമിനെതിരെ കലാപമുണ്ടാവുകയും വലിയ ആഭ്യന്തര കലാപത്തിലൂടെ റോം തന്നെ തകർന്നു വീഴുകയും ചെയ്യും എന്ന ഒരു സൂചനയാണ് ഇവിടെ പറയുക. ചരിത്രത്തിൽ നിറവേറിയതാണ്. അത് റോമിന് മാത്രമല്ല, മറ്റു പല സാമ്രാജ്യങ്ങളും ഇതുപോലെ ആഭ്യന്തര കലാപം കൊണ്ട് ആന്തരിക വിപ്ലവം കൊണ്ട് തകർന്നു പോയതായിട്ട് നമ്മൾ കാണും. അവളെ പരിത്യക്തയും നഗ്നയുമാക്കുകയും
അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ലേവ്യർ 21 അധ്യായം 9 വാക്യത്തിൽ വേശ്യാവൃത്തിക്കുള്ള ശിക്ഷ ഇപ്രകാരമാണ് വിശദീകരിക്കുന്നത്. പുരോഹിതൻ്റെ മകൾ പരസംഗം ചെയ്ത് തന്നെ തന്നെ മലിനയാക്കിയാൽ അവൾ തൻ്റെ പിതാവിനെ അശുദ്ധനാക്കുന്നു, അവളെ അഗ്നിയിൽ ദഹിപ്പിക്കണം. വേശ്യാവൃത്തിക്കുള്ള ശിക്ഷ ജീവനോടെ ചുട്ടുകൊല്ലുകയാണ്. അപ്പോൾ അപ്രകാരം ഒരു ശിക്ഷയാണ് ഇവിടെ വിധിക്കുന്നത്. ഇപ്പോൾ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം സംഭവിച്ചു കഴിഞ്ഞതാണ്. റോമാ സാമ്രാജ്യം എപ്രകാരമാണ് തകർന്നത്. ആഭ്യന്തര കലാപങ്ങളും പുറമേ നിന്നുള്ള ആക്രമണങ്ങളും വഴി നശിച്ചുപോയ റോമ, അതുപോലെ തകരുന്ന അനേകം സാമ്രാജ്യങ്ങളുമുണ്ട്. എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുവോളം അവിടുത്തെ ഉദ്ദേശം നടപ്പിലാക്കുന്നതിനും ഏകമനസ്സോടെ മൃഗത്തിന് തങ്ങളുടെ രാജ്യത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അധീശത്വമുള്ള മഹാനഗരമാണ്. അപ്പോൾ അനേകം പ്രതീകങ്ങളിലൂടെ സൂചനകളിലൂടെ എടുത്തു കാണിക്കുന്ന ഒന്ന് ഇവിടെ 17 അധ്യായത്തിൽ വിവരിക്കുന്നതിന് 18 അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്നതുമായ മഹാബാബിലോൺ, അത് റോമാ സാമ്രാജ്യമാണ്. ഈ റോമാ സാമ്രാജ്യം മറ്റെല്ലാ സാമ്രാജ്യങ്ങളുടെയും പ്രതീകമാണെന്ന് കൂടി ഓർക്കുക. ഇപ്പോൾ ചരിത്രപരമായ റോമാ സാമ്രാജ്യത്തിന് മാത്രമല്ല, ദൈവവിരുദ്ധമായ എല്ലാ സാമ്രാജ്യ ശക്തികൾക്കും, ദൈവത്തെ തള്ളിപ്പറയുന്ന സാമ്രാജ്യ ശക്തികൾക്കെല്ലാം സംഭവിക്കാൻ പോകുന്ന, അവിടെ പതിക്കാൻ പോകുന്ന വിധിയുടെ, ശിക്ഷയുടെ ഒരു സൂചനയാണ് 17 അധ്യായത്തിൽ ഇവിടെ പറഞ്ഞു വെച്ചത്. ഇനി 18 അധ്യായത്തിൽ കൂടുതൽ വിശദമായി വിവരിക്കാൻ പോകുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അനേകം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും അവിടുന്ന് ഞങ്ങൾക്ക് വലിയ മുന്നറിയിപ്പുകൾ തരുന്നു. അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങയുടെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാൻ, സത്യദൈവമായ അങ്ങയെയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനെയും മാത്രം ആരാധിക്കാൻ നൽകുന്ന ഈ ആഹ്വാനം സ്വീകരിക്കാനായി ഞങ്ങളുടെ കണ്ണുകളോടും തുറന്നു തരണമേ. കർത്താവേ, ഈ പ്രപഞ്ചത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രതിഭാസങ്ങൾ അങ്ങ് നൽകുന്ന അടയാളങ്ങളായി മനസ്സിലാക്കാനും, അടയാളങ്ങൾ സ്വീകരിച്ച് അങ്ങയുടെ സാന്നിധ്യം അംഗീകരിക്കാനും അങ്ങിലേക്ക് മടങ്ങി വരാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തരാക്കണമേ. പ്രത്യേകിച്ചും ഈ ലോകത്തിൻ്റെ മേൽ, രാഷ്ട്രങ്ങളുടെ മേൽ ആധിപത്യമുള്ള ശക്തരെ കർത്താവെ അങ്ങയുടെ ആത്മാവിനെ അയച്ച് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ചൈതന്യം, അങ്ങയുടെ ആത്മാവിന് നൽകുന്ന യഥാർത്ഥ ജ്ഞാനം എല്ലാ മനുഷ്യരെയും, എല്ലാ ജനതകളെയും നന്മയിലേക്കും സാഹോദര്യത്തിലേക്കും സത്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കാൻ പറ്റുന്ന വിവേകം എല്ലാവർക്കും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.